അതുകൊണ്ട് ഇടതുപക്ഷം ദുർബലപ്പെടരുത്, ശക്തിപ്പെടണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇനിയും എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കും എന്ന് പാർട്ടിയും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിനെതിരെ ഞാൻ ചോദിക്കുക, എന്തിൻ്റെ മേലെയാണ് ഒരു ഭരണവിരുദ്ധ വികാരം? നിങ്ങൾ തന്നെ നല്ലതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരല്ലേ. ഈ ഗവൺമെൻറ് എന്തെങ്കിലും ജനവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഭരണരംഗത്ത് നിർവഹിച്ചിട്ടുണ്ടോ? ഇവിടെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വലതുപക്ഷ ശക്തികൾ ശക്തരാണ്. ആ വലതുപക്ഷത്തിൻ്റെ പ്രധാന ഒരു രംഗമെന്ന് പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളുമാണ്. ഞങ്ങൾക്കൊക്കെ പരിമിതമായിട്ടുള്ള സഹകരണങ്ങളും സഹായങ്ങളും നൽകാൻ മാത്രമേ സാധാരണ മാധ്യമങ്ങൾക്ക് സാധിക്കൂ. പക്ഷേ വലതുപക്ഷ ശക്തികളുടെ കൈവശമാണ് നമ്മുടെ മാധ്യമ ശൃംഖല മുഴുവൻ. ആ വലതുപക്ഷം അവരുടെ ശക്തി തെളിയിച്ചാൽ അതിൻ്റെ ഫലം ഇടതുപക്ഷം ദുർബലമാകും. കേരളത്തെ സംബന്ധിച്ചെടുത്താൽ ഈ കേരളം ഇന്നത്തെ കേരളമായി രൂപപ്പെട്ടത് എത്രമാത്രം പിന്നോക്കം കിടന്നൊരു നാടായിരുന്നു നമ്മുടേത്. അയിത്തം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ. ഇവിടെ ഒരു ഫ്യൂഡൽ ഭരണകാലഘട്ടമായിരുന്നില്ലേ? ആ ഫ്യൂഡൽ ഭരണകാലഘട്ടത്തെ മാറ്റിമറിച്ച് നാടിൻ്റെ ജനാധിപത്യവും പൗരാവകാശവും നേടിയെടുക്കാൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടതുപക്ഷം നിർവഹിച്ചത് ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളാണ്. അതിലൂടെയാണ് ഈ കേരളം വളർന്നു വന്നത്. അതിലൂടെയാണ് കേരളത്തിൻ്റെ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. അന്ന് മുതലാണ് ഈ കേരളത്തെ മാറ്റി തീർക്കാനുള്ള നടപടികൾ. ഇന്ന് വലതുപക്ഷം ശക്തിപ്പെട്ടു വന്നാൽ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയുള്ള ഈ നാടിൽ സാമൂഹ്യമായ എല്ലാ പുരോഗതികളെയും അട്ടിമറിക്കപ്പെടും. ഇന്ന് നേടിയിട്ടുള്ള എല്ലാ വളർച്ചയും അട്ടിമറിക്കപ്പെടും. ഇന്ന് ഇന്ത്യയിൽ വലതുപക്ഷം ശക്തിപ്പെടുകയാണ്. വർഗീയത തീക്ഷ്ണമാവുകയാണ്. വർഗീയ ശക്തികൾ കരുത്തു നേടുകയാണ്. ഈ ആപത്തിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ബോധവാന്മാരാക്കണം. ഇന്നത്തെ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാന ഭാഗം തന്നെയാണത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.